ഫ്രണ്ട്സ്, നമുക്കിന്ന് വർക്കുള്ള ഒരു ഡേ ആണ്. ഇന്നത്തെ വർക്ക് കല്യാണത്തലേന്നുള്ള ഒരു സിമ്പിൾ ലുക്കാണ്. വർക്ക് വരുന്നത് നിലമ്പൂർ അടുത്ത് വല്ലപ്പുഴ എന്ന സ്ഥലത്താണ്. തപ്പി പിടിച്ച് നമ്മൾ വീടെത്തി. നമ്മുടെ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് വെച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ബ്രൈഡ് എത്തിയിട്ടില്ല. ബ്രൈഡ് ഡെൻ്റൽ ക്ലിനിക്കിൽ പോയതാണ്. നമ്മൾ ബ്രൈഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിങ്ങായിരുന്നു. വെറുതെ കണ്ണാടി കണ്ടാൽ വെറുതെ വിടൂലല്ലോ, അത് നമ്മൾ പെണ്ണുങ്ങളൊരു സ്വഭാവമാണ്. ഇതാണ് ബ്രൈഡിൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഒരു മിനിമൽ ക്ലാസി ആൻഡ് എലഗൻ്റ് ഔട്ട്ഫിറ്റ് എന്നൊന്ന് പറയാം. അത്ര ഭംഗിയുണ്ട്. വെറുതെ വന്നപ്പോൾ ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് പുറത്ത് നോക്കിയപ്പോഴാണ് ഈ വ്യൂ കണ്ടത്. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, ഇത് പുഴയേക്കാരം വല്ലപ്പുഴ അല്ലേന്ന്. പിന്നെയാണ് അബദ്ധം മനസ്സിലായത്, അത് പുഴയൊന്നുമല്ല, അത് ഒരു ഫിഷിംഗ് ഫാമോ അങ്ങനെ എന്തോ ആണ്, മീൻ വളർത്തൽ കേന്ദ്രമാണെന്നാണ് തോന്നുന്നത്. ബോട്ടിംഗ് ഒക്കെ കണ്ടു. പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴും നമ്മുടെ ബ്രൈഡ് എത്തിയിട്ടോ. ആൾക്ക് വളരെ മിനിമൽ മേക്കപ്പ് മതി, ബ്രൈഡാണേന്ന് തോന്നരുത് എന്നാണ് പറയുന്നത് കേട്ടോ. നല്ലൊരു സ്കിൻ കെയർ കൊടുത്ത ശേഷം ആ പുള്ളിക്കാരൻ നിസ്കരിക്കാൻ പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടോ. ആൾക്ക് നല്ല ഇഷ്ടമായി. ആളുടെ റിവ്യൂ കേട്ടോളൂ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയാക്കണം. കാരണം ഞാൻ ചെറിയൊരു മേക്കപ്പ് അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ എന്താ പറയുക, നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ സെറ്റ്, അത് അത്രയും അടിപൊളിയാക്കി തന്നിക്കണ്. പിന്നെ ആർട്ടിസ്റ്റും അടിപൊളിയാണ്, നല്ല കമ്പനിയാണ്. അതായത് ആരോ വന്ന് ചെയ്യണമായിരുന്നൊന്നും തോന്നിയില്ല, നല്ല രസമുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നീട് നമ്മൾ പ്രോഡക്റ്റ്സ് ഒക്കെ റീപാക്ക് ചെയ്ത് പോകാനിറങ്ങി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഫുഡ് കഴിക്കാതെ പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഫുഡും കഴിച്ചു. അവർ നമ്മളോട് വളരെ സ്നേഹത്തോടെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത്. കൂടാതെ പേയ്മെൻറ്റും അപ്പം തന്നെ തന്നു. ബ്രൈഡും ഹാപ്പി, നമ്മളും ഹാപ്പി. ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി കാനോലി പ്ലോട്ടിൻ്റെ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ആക്കണേ. പിന്നീട് നമ്മൾ സോഡയൊക്കെ കഴിച്ചു. പിന്നെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കാനോലി പ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടെ അല്ല, ആ റോഡിൽ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വൈബാക്കി ചില്ലാക്കി ഞങ്ങൾ പോന്നു. ഞാൻ വാങ്ങിയ സോഡൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ, ഇതൊരു കസ്റ്റമൈസ്ഡ് സോഡയാണ്. ഇത് ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കിച്ചാണ്. ഈ പൈനാപ്പിളില്ലേ, അതിൻ്റെ ഉപ്പിലിട്ട വെള്ളം സോഡയും ചില്ലിയും ഒഴിച്ചിട്ടാണ് ഈ സോഡ ഉണ്ടാക്കുന്നത്. കടയത്തെ ആളിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. മൂപ്പരറിയണ്ട് എന്തപ്പോൾ ഇതൊക്കെ ഏതാ മോഡലെന്ന്. നമ്മൾ വലിയ ആളെന്നുള്ള നിലക്ക് ഇതൊക്കെ എന്തെന്നുള്ളൊരു ആ ഒരു മട്ടത്തിൽ നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ വഴിയിൽ നിന്ന് ചായ കുടിക്കാൻ തോന്നിയപ്പം വീണ്ടും ചായ കുടിക്കാനൊന്ന് കയറി. ചായൻ്റെ ഫോട്ടോ ഉമ്മാക്ക് അയച്ചു കൊടുത്തപ്പം പറയുന്നുണ്ട്, വേഗം വീട്ടിലേക്ക് വരി, കുട്ടികളെ നോക്കണമെന്നില്ല ബോധം വേണം പറഞ്ഞിട്ട് ചീത്തറുണ്ട്. പക്ഷെ സാരല്ല, ഞങ്ങൾ ചായക്ക് നല്ല എൻജോയ് ചെയ്തതിനെ കുടിച്ചിങ്ങനെ മടങ്ങി ഇങ്ങനെ പോന്നു. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നൽകും. നിങ്ങൾക്ക് ഈ മേക്കപ്പ് ലുക്കൊക്കെ ഇഷ്ടമായോ? അത് മാത്രമല്ല കേട്ടോ, ഇതാണ് എൻ്റെ ആദ്യത്തെ വ്ളോഗ്. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു, ബൈ.